ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വിശുദ്ധ സഭായോഗത്തിൽ നിങ്ങളെല്ലാവരോടും കൂടെ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്ന് ദൈവത്തെ സ്തുതിപ്പാനും ശുശ്രൂഷിപ്പാനും ഈ അവസരം ഒരുക്കി തന്ന എൻ്റെ പ്രിയ സ്നേഹിതർക്ക് പാസ്റ്റർ രാജു പൂവക്കാലായിക്കും ജീബിനും ഈ സഭയുടെ ശുശ്രൂഷക വൃന്ദത്തിനും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി പറയും. ഇതുപോലൊരു മോനെ അത്ര അടുത്ത് വെക്കാതെ ഇതുപോലെ ഒരു മഹായോഗത്തിലാണ് ശുശ്രൂഷിക്കുന്നത് എനിക്ക് തുലവും വെളിവില്ലായിരുന്നു. കാരണം ഇതിനു മുൻപ് ഞാൻ പാസ്റ്റർ രാജു പൂവക്കാലയുടെ സഭയിൽ വന്ന് ശുശ്രൂഷിച്ചത് ഇൻ്റർനാഷണൽ ബേച്ചാൻ്റെ അടുത്ത് ചെല്ലും ഇൻ്റർനാഷണൽ ബേബിച്ചായൻ്റെ പ്രസ്ഥാനത്തിൽ ഈ സഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ഒന്നിലധികം പ്രാവശ്യം വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുപോലൊരു മാരാമൺ കൺവെൻഷനാണ് വരുന്നതെന്ന് എനിക്ക് ഒരു പിടിയില്ലായിരുന്നു. അദ്ദേഹം ജീവനും പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കിട്ടിയ ക്ഷണം ഇങ്ങനെയായിരുന്നു, ഇതുവഴിയായി എങ്ങാനും പോകുമ്പോൾ വീണ് കിട്ടിയ അവസരം കിട്ടിയാൽ ഞങ്ങളുടെ കൂടെ ഒന്ന് ആരാധിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാനും അതുപോലെ അതിന് കാര്യം കൊടുത്തുള്ളൂ. നിരവധി ആവർത്തനം വന്നപ്പോൾ വിചാരിച്ചു എന്നാൽ ഒരിക്കൽ വന്നവരോടൊന്ന് ആരാധിക്കാം. ഇങ്ങനെ ഈ മഹാഭാഗ്യം എനിക്കും ഒരുക്കി തന്നതിനായി എൻ്റെ വാത്സല്യ സഹോദരന്മാരോട് കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഈ സഭയെ കർത്താവ് ഇത്രയധികം അവിശ്വസനീയമായ രീതിയിൽ എനിക്ക് അവിശ്വസനീയമായ രീതിയിൽ അനുഗ്രഹിച്ചതിനായി ഇത് നിങ്ങളുടെയൊക്കെ കുടുംബമായി തീർന്നതിനാൽ നിങ്ങളുടെ ഭാഗ്യത്തിനും സന്തോഷത്തിനുമായി ഞാൻ കർത്താവിന് ആയിരം സ്തുതിയും സ്തോത്രവും രേഖപ്പെടുത്തുന്നു. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് പാസ്റ്റർ സാങ്കുട്ടി ചാക്കോ ഇവിടുത്തെ അംഗമാണെന്നും ശുശ്രൂഷ വൃന്ദത്തിലുള്ള ആളാണെന്നും പാസ്റ്റർ അതിരൂപൻ അല്ലേ ഇവിടെ ഉണ്ടെന്നൊക്കെ. ഇനി ഞാൻ എൻ്റെ കണ്ണാടി അടുത്ത് വെച്ചോ തുടച്ചിട്ടോ നോക്കിയാൽ പരിചയമുള്ള കൂടുതൽ പേരുടെ മുഖങ്ങൾ കണ്ടെത്തിയെന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്നെ പരിചയമുള്ള എല്ലാ സ്നേഹിതർക്കും ബന്ധുക്കൾക്കും ചാർച്ചക്കാർക്കും കൂടെ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്നത്തെ വിശുദ്ധ സഭായോഗത്തിൽ ശുശ്രൂഷിക്കുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഒരു വാക്യം പ്രകാശനമായി നൽകി. ഞാൻ ചിന്തിച്ചെടുത്ത് വേറൊരു ഭാഗമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രസംഗമൊക്കെ എൻ്റെ മനസ്സിൽ ശരിയായി എന്ന ധൈര്യത്തോടെയാണ് യാത്ര തിരിച്ചത്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് അത് തിരുത്തി. അതുകൊണ്ട് കർത്താവ് നൽകിയ പ്രകാശന പ്രകാരം ഒരു കൊച്ചു വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ അനുഗ്രഹത്തിനായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം മുഴുവൻ ഒരു ചെറിയ ലേഖനത്തിൽ നിന്നായിരിക്കും. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യയിലെ സഭകൾക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നായിരിക്കും ഇന്നത്തെ ആലോചന മുഴുവൻ. അപ്പോൾ നിങ്ങൾ അവിടെ ഇവിടെയൊന്നും പരതി നോക്കേണ്ട. വേദപുസ്തകമുള്ളവരൊക്കെ ഗലേഷ്യൻസ് പോൾസ് ലെറ്റർ ടു ദ ഗലേഷ്യൻസ് തുറന്ന് മനസ്സിൽ ഞാൻ പറയുന്ന വാക്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ ിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായി 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യമാണ് ഇന്ന്. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. മതി. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. അപ്പോൾ ഞാൻ രാവിലെ ഈ വാക്യം എൻ്റെ പ്രസംഗം തിരുത്തി മാറ്റേണ്ട ആവശ്യം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവ് എന്തിനാ ഈ ഒരു വാക്യം അത് ഈ പാസ്റ്റർ രാജു പൂവക്കാലയുടെ സഭയിൽ പോയി പ്രസംഗിക്കുന്നുണ്ടേ പരിശുദ്ധാത്മാവിനെക്കുറിച്ചൊക്കെ പറയാൻ പോയാൽ ഞാൻ കൊലക്കടയെ സൂചി വിൽക്കാൻ പോകുന്ന ഒരു മനുഷ്യനെ പോലെ ആയി തീരുകയില്ലയോ എന്നൊക്കെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വേറൊരു ചിത്രമാണ്. എത്ര മനോഹരമായി MC റോഡ് കിടന്നാലും അതിൻ്റെ ആയുസ്സും ആരോഗ്യവും സൗകര്യവും യാത്രക്കാർക്ക് ഏറ്റവും സുഖകരമാക്കുവാൻ അതിനിടയ്ക്കിടയ്ക്കൊക്കെ സീസണൽ മെയിൻ്റനൻസ് വർക്ക് കാണും. അത് പൊട്ടക്കുഴി ഉണ്ടായിട്ടല്ല, അതിനൊരു സീസണൽ മെയിൻ്റനൻസ്. അതാണ് അതിൻ്റെ പ്രൗഢി, അതിൻ്റെ സുരക്ഷിതത്വം, അതിൻ്റെ സൗകര്യം മെയിൻറ്റെയിൻ ചെയ്യും. ഈ സഭയ്ക്ക് പരിശുദ്ധാത്മാവിനുള്ള ജീവിതം പുതുമയല്ലെങ്കിലും ഒന്നും പുത്തരിയല്ലെങ്കിലും നിങ്ങളൊക്കെ ഇതിനകത്ത് കുടിച്ച് കിടന്ന് വീർപ്പ് മുട്ടി
തേൻ കുടിച്ച് മത്തരായിരിക്കുന്നവരാണെന്ന് എനിക്കറിയാം. എന്നാലും ഒരു പക്ഷേ വീട്ടുപോയ വല്ലതും അവിടെ എവിടെയും കിടപ്പുണ്ടെങ്കിൽ അതൊന്ന് ചിക്കിച്ചെരഞ്ഞ് നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു എളിയ ഉദ്ദേശം മാത്രമേ ഇന്ന് പകൽക്കാലം എനിക്കുള്ളൂ. നമുക്ക് നമ്മുടെ വാക്യത്തിലേക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കാം. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ജീവിക്കുന്നു എങ്കിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കണം, ജീവിക്കണം. പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നു എങ്കിൽ എന്നുള്ളത് ഒരു കണ്ടീഷണൽ സെൻറ്റൻസാണ്. ചില വ്യവസ്ഥകൾ പാലിക്കണം. നിങ്ങൾ ഈ സഭയിലെ അംഗങ്ങൾ ആണ് എന്ന് വരികിൽ ഒരു പ്രത്യേക യോഗത്തിന് പറയും. എല്ലാവരും വരണ്ട. അംഗങ്ങളാണ് എന്ന് വരികിൽ നിങ്ങൾക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് വരികിൽ അപ്പോൾ അതൊരു കണ്ടീഷനാണ്. എന്നാൽ ഗ്രീക്കിലെ ചില കണ്ടീഷണൽ സെൻറ്റൻസസ് ഒക്കെ ഇല്ലാത്ത ഒരവസ്ഥയെ മാത്രമല്ല കാണിക്കുന്നത്, ഉള്ളതുകൊണ്ട് എന്നൊരു സ്ഥിരീകരണവും ആയിരിക്കാം. അപ്പോൾ ഇതിന് NIV-യിലും മറ്റും കൊടുത്തിരിക്കുന്ന ട്രാൻസ്ലേഷൻ ഇതാണ്. അല്ലെങ്കിൽ ന്യൂ ഇംഗ്ലീഷ് NLT-യിൽ കൊടുത്തിരിക്കുന്ന ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: സിൻസ് വി ആർ ലിവിങ് ഇൻ ദ സ്പിരിറ്റ്, ബിക്കോസ് വി ലിവ് ഇൻ ദ സ്പിരിറ്റ്. നാം പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവർ ആയിരിക്കൊണ്ട് നാം ഇങ്ങനെ നടക്കണം. നമ്മുടെ ജീവിത വൃത്തി ഇപ്രകാരം ആയിരിക്കണം. എന്താണ് ഈ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഉറപ്പ്? ഇനിയിപ്പോൾ നിങ്ങളോട് ഞാൻ ഈ ചോദ്യം ഒരു ക്ലാസ് റൂമിൽ ചോദിച്ചിരുന്നതിൽ വ്യക്തവും സ്പഷ്ടവുമായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പലരും വളരെ ക്ലിയറായിട്ടുള്ള ഉത്തരങ്ങൾ തരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഗലാത്യ ലേഖനത്തിൽ നിന്ന് മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ എന്ന് പറയും. ഗലാത്യ ലേഖനത്തിൽ നിന്ന് മാത്രം. അപ്പോൾ ഗലാത്യ ലേഖനത്തിൽ നിന്ന് മാത്രം നമ്മൾ പൗലോസ് അപ്പോസ്തലൻ ഇതിൻ്റെ അവസാനത്തേക്ക് വരുന്നൊരു ഭാഗമാണ്. അവിടെ ആകയാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നതിനാൽ നിങ്ങളിങ്ങനെ ജീവിക്കണമെന്ന് പറയണമെങ്കിൽ എന്താണ് ഈ ഗലാത്യരുടെ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം? എന്താണ് ആ ആത്മാവിലുള്ള ജീവിതം എന്നത്? എന്തിനെയാണ് അടിവരയിട്ട് കാണിക്കുന്നത്? ഞാനതേക്കുറിച്ച് 2-3 കാര്യങ്ങൾ സമയമനുസരിച്ച് പറയാം, വ്യാഖ്യാനിക്കാം. ഒന്നാമതായി, പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നു എന്ന് അവരെക്കുറിച്ച് അപ്പോസ്തലൻ സമർത്ഥിക്കുമ്പോൾ അത് അവരുടെ വ്യക്തവും സ്പഷ്ടവും ആയ ദൈവത്തിൽ നിന്നും മാത്രം അവർക്ക് കിട്ടിയിരിക്കുന്ന അവരുടെ തനിമയാണ്, തന്മയത്വമാണ്. ദാറ്റ് ഈസ് ദെയർ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി. ഹൂ ആർ യു? നിങ്ങളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? വഴിയെ പോകുമ്പോൾ ഒരു പോലീസുകാരൻ പിടിച്ചു നിർത്തി. എന്തിനെന്നുള്ളത് ഇപ്പം നമ്മൾ അപഗ്രഥനം ചെയ്യേണ്ട. പിടിച്ചു നിർത്തിയപ്പോൾ അദ്ദേഹം നമ്മുടെ ലൈസൻസ് ചോദിക്കും. കൈ ലൈസൻസ് എടുത്തിട്ടില്ലെന്ന് വിചാരിച്ചു, അബദ്ധത്തിൽ മറന്നുപോയി. അപ്പം നമ്മുടെ അന്നേരത്തെ പ്രതിരോധ ശക്തി എങ്ങനെയാണ് അതിനെ പ്രതിഷേധിക്കുന്നത്? നമ്മൾ പറയും, സാറേ ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ എൻ്റെ ഉപ്പാപ്പനാന്ന് പറയല്ലേ. അല്ലേ പറയും, സാർ റിട്ടയർഡ് DGP എൻ്റെ ക്ലാസ്മേറ്റാണ്. അപ്പോൾ നമ്മൾ കണക്ഷൻസ് ഉപയോഗിക്കാൻ നോക്കും. നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഒരാൾ നമ്മളെ ചലഞ്ച് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ പ്രതിരോധം ചെയ്യും, യു ഡോണ്ട് നോ ഹു ഐ ആം, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയത്തില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ പല രീതിയിലുള്ള ഐഡൻറ്റിറ്റി പ്രഖ്യാപനങ്ങളൊക്കെ നടത്തും. നമ്മൾ ചെയ്യുന്നതെല്ലാം ഒരു കണക്കിന് നാം ആരാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രസിദ്ധീകരണമാണ്. സമ്മതിച്ചോ? സ്തോത്രം പറയാനല്ല, ചങ്കത്തിലൊന്ന് കുത്താനായിട്ടാണ് വാക്ക് പറഞ്ഞ്. നാം ചെയ്യുന്നതെല്ലാം നാം ആരാണ് എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി കാർഡിൻ്റെ ഡിസ്പ്ലേ ആണ്. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യരെ ഓർപ്പിക്കുകയാണ്, സിൻസ് യു ബിലോങ് ടു ദ സ്പിരിറ്റ്, നിങ്ങൾ ആത്മാവിൻ്റെ വകയാകയാൽ, നിങ്ങൾ ആത്മാവിനുള്ളവർ, നിങ്ങൾ ആത്മാവിൽ വസിക്കുന്നവർ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി ആകയാൽ. എന്താണ് പ്രത്യേകമായ ആ പരിശുദ്ധാത്മാവ് നൽകുന്ന ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി? അതിൻ്റെ മുൻഭാഗങ്ങളിലൊക്കെ പോകുകയാണെന്ന് വരികിൽ
പ്രത്യേകമായി 4-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ കൂടെ നമുക്ക് ഈ യുണീക്ക് ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റിയെ കാണാനായിട്ട് ശ്രമിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ അബ്രഹാമിൻ്റെ കുടുംബ ചരിത്രത്തെ ഒന്ന് കാണിക്കുക. അബ്രഹാമിൻ്റെ വീട്ടിനുള്ളിൽ കയറി പറയാണ്, ഈ വീട്ടിൽ 2 കുടുംബക്കാരുണ്ട്. നിങ്ങളുടെ വീട്ടിൽ കയറി ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ തല്ല് കൊള്ളാണ്ട് ഇറങ്ങി പോകുമോ? നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറയുക, ഈ വീട്ടിൽ 2 കുടുംബക്കാരുണ്ട്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അബ്രഹാമിൻ്റെ കുടുംബചരിത്രം എടുത്തിട്ട് പറയുകയാണ്, അബ്രഹാമിൻ്റെ മക്കളെന്ന് പറയുന്നവരിടയിൽ 2 തരമുണ്ട്. എന്താണ് ഈ 2 തരം? അത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സത്യമായിരുന്നു. അബ്രഹാം തെറ്റിദ്ധരിച്ചൊരു വാഗ്ദത്ത സന്തതിയെ ജനിപ്പിക്കാൻ ശ്രമിച്ചു. അത് തൻ്റെ ദാസിയായ ഹാഗാറിൽ കൂടെയായിരുന്നു. അടിമയുടെ മകനായി അബ്രഹാമിന് ജനിച്ച പുത്രൻ ദൈവത്തിൻ്റെ വാഗ്ദത്തം ദൈവം പറഞ്ഞ രീതിയിൽ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം തന്നെ മനുഷ്യന് അസാധ്യമായിരുന്നതിനെ പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ തൻ്റെ മരിച്ചിരുന്ന, ക്ഷീണിതമായിരുന്ന, പ്രാപ്തിയില്ലാതിരുന്ന തൻ്റെ സഹധർമ്മിണിയുടെ മൃതത്വം അനുഭവിച്ചിട്ടും വന്ധ്യതയും മൃതത്വവും ഒരു ശരീരത്തിൽ വന്ധ്യതയും മൃതത്വവും മറ്റൊരു ശരീരത്തിൽ വാർദ്ധക്യവും അപ്രാപ്യതയും അസാധ്യതയും ഗ്രഹിച്ചിട്ടും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന അബ്രഹാം. അപ്പോൾ അബ്രഹാം വിശ്വാസത്താൽ ജനിപ്പിച്ച പുത്രനാണ് ആര്? ഇസഹാക്ക്. ഇസഹാക്കിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അവൻ വാഗ്ദത്തത്തിൻ്റെ പുത്രനാണ്, ആത്മീകനാണ്. വേറൊരുവൻ പ്രാകൃതമായ നാച്ചുറലായിട്ടുള്ള ഹ്യൂമൻ കേവലമായ മാനുഷിക റിസോഴ്സസിൽ കൂടെ ഉൽപ്പാദിതനായവനും, മറ്റൊരുത്തൻ വാഗ്ദത്ത പ്രകാരം ദൈവിക ശക്തിയുടെ വ്യാപാരവും ഇല്ലായ്മയിൽ നിന്നുള്ള സൃഷ്ടി പോലെ മരിച്ചവർക്ക് ജീവൻ കൊടുക്കുന്നത് പോലെ ദൈവം അസാധ്യമായതിനെ സാധ്യമാക്കി തീർത്ത ആത്മാവിൻ്റെ പ്രവർത്തനത്താൽ ജനിച്ച പുത്രനെന്ന് പറഞ്ഞ് അബ്രഹാമിൻ്റെ കുടുംബത്തെ അങ്ങനെ വ്യാഖ്യാനിക്കാം. അപ്പോൾ ആത്മാവിലുള്ളവർ, ആത്മാവിനാൽ ജനിക്കപ്പെടുന്നവർ, ദൈവിക വാഗ്ദത്ത പ്രകാരം ഒരു പ്രത്യേക ദൈവ പിതൃത്വത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവർ, അവരെ ആണ് ആത്മീകർ എന്ന സവിശേഷതയിൽ കൂടെ അപ്പോസ്തലൻ സ്പഷ്ടമാക്കുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ അബ്രഹാമിൻ്റെ മക്കൾ എന്നുള്ളത് അവർക്ക് 2 രീതിയിൽ ഗ്രഹിക്കാൻ സാധിക്കുമായിരുന്നു. ഒന്ന്, ഇസഹാക്കിൻ്റെ പിന്തുടർച്ചക്കാർ എന്നുള്ള ശാരീരികമായി, അക്ഷരികമായി, ലിറ്ററലായി, ഹിസ്റ്റോറിക്കലായി ഇസഹാക്കിൻ്റെ പിന്തുടർച്ചക്കാർ എന്ന രീതിയിലുള്ള അവർ അബ്രഹാമിൻ്റെ മക്കളെന്നുള്ള അവരുടെ ഭാവന. എന്നാൽ ദൈവം തൻ്റെ ജനത്തെ മിസ്രയീമിൽ നിന്നും വിടുവിച്ചപ്പോൾ ഇസ്രയേലിന് കൊടുത്ത ഒരു പ്രത്യേക പേരാണ്, പദവിയാണ്, ദൈവത്തോടുള്ള ബന്ധത്തെ സ്പഷ്ടവും വ്യക്തവും നിസ്തുലവുമാക്കുന്ന, അസാധാരണമാക്കുന്ന, തന്മയത്വമുള്ളതാക്കി മാറ്റുന്ന, ദൈവവും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുവാൻ കൊടുത്ത ഒരു പ്രത്യേക ബന്ധമാണ് ഞാൻ എൻ്റെ പുത്രനെ, എൻ്റെ മകനെ മിസ്രയീമിൽ നിന്നും വിളിക്കും എന്ന് ഹോശേയ പ്രവാചകനിൽ കൂടെ അരുളി ചെയ്ത്. ഇസ്രയേൽ ദൈവത്തിന് ആദ്യജാതനാണ്, അവകാശിയാണ്, സ്വന്തമാണ്, അടുപ്പമുള്ളവൻ, ഇൻറ്റിമസി ഉള്ളവനാണ്. ഇസ്രയേൽ എന്ന ജനതയെ ദൈവത്തിൻ്റെ സ്വന്തമായി ദൈവം മാറ്റി വേർതിരിച്ചപ്പോൾ, വിശേഷമായി മിസ്രയീമിലെ അടിമത്വത്തിൽ നിന്നും അവർക്ക് വിമോചനം കൊടുത്തപ്പോൾ, ദൈവം സ്വാതന്ത്ര്യം വരുത്തി വീണ്ടെടുത്ത തൻ്റെ അവകാശമാക്കിയ ജനത്തിന് കൊടുത്ത ഐഡൻറ്റിറ്റി, യുണീക്ക് ഐഡൻറ്റിറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് മക്കൾ അല്ലെങ്കിൽ സ്വന്തം ജനവും ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ആത്മാവിനാൽ ജനിക്കപ്പെട്ടവർ ദൈവം ക്രിസ്തുവേശുവിൽ കൂടി വരുത്തുന്ന സ്വാതന്ത്ര്യത്തിൽ പങ്കുചേരുന്നവരാണ്.
അതുകൊണ്ടാണ് 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്. വായിച്ചു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നമ്മെ സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു സ്വതന്ത്രരാക്കി. മിസ്രയീമിലെ ലിറ്ററലായ അടിമത്വം, ബാബേലിലെ പ്രവാസത്തിലേക്ക് അവരെ അയച്ചപ്പോൾ, ശിക്ഷിച്ചയച്ചപ്പോൾ, ആ സ്വന്തമല്ലാത്ത നാട്ടിൽ അന്യരായി, പരദേശികളായി, ബലഹീനരായി, രാജാവില്ലാത്തവരായി, സംരക്ഷണ പട്ടാളമില്ലാത്തവരായി, റിസർവ് ബാങ്ക് ഇല്ലാത്തവരായി, സ്വന്തം നോട്ടില്ലാത്തവരായി, ഭരണാഭിപ്രായമില്ലാത്തവരായി, ഏലിയൻസായി, എക്സൈലിൽ ജീവിക്കുന്നവരെ ദൈവം ആ വിദേശ അടിമത്വത്തിൽ നിന്നും സ്വദേശത്തിലേക്ക് മടക്കിക്കൊണ്ട് വരുത്തുന്നതും ഈ പുറപ്പാട് പോലെയുള്ള സംഭവമാണെന്ന് യെശയ്യാ പ്രവാചകൻ അതേക്കുറിച്ച് ചിത്രീകരിക്കുന്നുണ്ട്. ദൈവം യേശുക്രിസ്തുവിൽ കൂടെ നമ്മെ ആക്കി വച്ചിരിക്കുന്നത് മിസ്രയീമിലെ അടിമത്വത്തിൽ നിന്നും വിമോചിതരാക്കപ്പെട്ടവരെ പോലെ പ്രവാസത്തിൽ നിന്നും ദൈവം തന്നെ മടക്കിക്കൊണ്ടുവന്ന തൻ്റെ സ്വന്തം ജനമായി വീണ്ടും സ്ഥിരീകരിച്ച വീണ്ടെടുക്കപ്പെട്ട ജനത്തിൻ്റെ പദവി മൂലമാണ് നാം ആത്മാവിനാൽ ജനിച്ച ദൈവത്തിൻ്റെ ഭവനക്കാരാണ്, മക്കളാണ്, സ്വന്തമാണ്, അവകാശികളാണ്. 4-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ അടിമത്തം എന്നുള്ളത് ശൈശവത്വത്തിൽ നിന്നും ലോകത്തിൻ്റെ ആദിപാഠങ്ങളിൽ നിന്നും ഉള്ള ഒരു വിമോചനമായി പൗലോസ് അപ്പോസ്തലൻ ചിത്രീകരിക്കുന്നുണ്ട്. വായിക്കാം 4-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിൽ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയായിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. 3-ാം വാക്യം കൊണ്ടൊന്ന് വായിക്കാമോ? അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ കീഴെ അടിമപ്പെട്ടിരുന്നു. ശരി, കുഞ്ഞുങ്ങൾ എത്ര വലിയ കുടുംബത്തിൽ പറഞ്ഞവരായിരുന്നാലും, എത്ര വലിയ സ്വത്തുള്ളവരായിരുന്നാലും, മറ്റ് മുതിർന്ന അധികാരമുള്ളവരുടെ സംരക്ഷണത്തിൻ്റെ കീഴിലാണ്. ഞാൻ ഓർക്കുന്നു എത്ര സ്വാതന്ത്ര്യത്തോടാണ് ഞാൻ ഗ്രാമത്തിൽ പഠിച്ചപ്പോൾ സ്കൂളിൽ പോയത്. നമ്മളിറങ്ങി പോവുക, ബെല്ലടിക്കുന്നതിന് മുമ്പേ സ്കൂളിൽ ചെല്ലണം, കൂട്ടുകാർ കൂടി പോവുക. ഇന്ന് കേരളത്തിൽ അങ്ങനെ പിള്ളേരെ വിടാൻ പറ്റുമോ? പിള്ളേരെ പിടുത്തക്കാരല്ലേ? ഞാൻ ഉണ്ടാക്കി പറഞ്ഞാണോ? പത്രം വായിക്കണം. ഇന്ന് നമ്മളെങ്ങനെയാ? വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എത്ര ദൂരമുണ്ട്? 1.5 കിലോമീറ്റർ. പണ്ട് ഓടിപ്പോകുമായിരുന്നു. ഇന്ന് ഓട്ടോറിക്ഷ വരാനോ സ്കൂൾ വരാനോ കാത്തിരിക്കുക. അപ്പൂപ്പനും അമ്മൂമ്മയും അല്ലെങ്കിൽ അപ്പനും അമ്മയും ആരെങ്കിലും ഒരാൾ കുഞ്ഞിനെ കൈപിടിച്ചോണ്ട് ചുമക്കാൻ മേലാത്ത 2 തിലാം ഭാരമുള്ള സ്കൂൾ പുസ്തകങ്ങളും ചുമന്നുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുക. എന്തിനാ? കൊച്ചിനെ കയറ്റിവിടാൻ. കൊച്ചിന് ചുമക്കാൻ മേലാത്ത പാണ്ണക്കെട്ടും പഴി നിറയെ പിള്ളേരെ പിടുത്തക്കാർ. നമുക്ക് നമ്മുടെ പെൺമക്കളെ സ്വാതന്ത്ര്യത്തോടെ പറഞ്ഞയക്കാൻ പറ്റുമോ? ഈ ദുരയിലെ പഠനത്തിന് അയക്കാൻ പറ്റുമോ? അപ്പോൾ പെങ്കൊച്ചുങ്ങൾ ചോദിക്കും, അഭിലാഷിനെണ്ണ തന്നെ വീട്ടിൽ തുണി മേടിച്ചേച്ച് വരാൻ പറ്റുന്നത്? ഞാൻ പെണ്ണായ വേണമെന്ന് തന്നെ ഇവിടാത്തെ. വീട്ടിൽ ചില മത്സരങ്ങളൊക്കെ നടന്നിരിക്കും. എൻ്റെ പൊന്ന് മീനുക്കുട്ടി, നീ പോയതുപോലെ ജീവനോടെ വരാനുള്ള കൊതിയോടുകൂടെയാണ് നിന്നെ സംരക്ഷണത്തോടുകൂടി അയക്കുന്നത്. ഇവിടെ എല്ലാം ആരാ? സുന്ദരന്മാരുടെ വേഷം കെട്ടി നിൽക്കുന്ന ചെന്നായ്ക്കളുടെ നഗരമായി മാറിക്കൊണ്ടിരിക്കും. ഞാൻ ഉണ്ടാക്കിയതാണോ ഇത്? നിങ്ങളുടെ പഠിക്കാൻ നടന്ന കാര്യമല്ലേ ഈ പറയുന്നേ? അപ്പോൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ സുരക്ഷിതത്വമില്ലെന്നും വഞ്ചിക്കപ്പെടാമെന്നും എക്സ്റ്റേണൽ പ്രൊട്ടക്ഷൻ, സംരക്ഷണം ആവശ്യമുണ്ടെന്നും ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഇതുപോലെ നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ശൈശവകാലത്തും നാം ചില എക്സ്റ്റേണൽ റെഗുലേഷൻസ്, പുറത്തുള്ള റെഗുലേഷൻസ്, ഇങ്ങനെ ഷാപ്പറൂൺസിനെ പോലെ
സ്കൂളിൽ നിന്ന് എക്സ്കർഷന് പോകുമ്പോൾ എന്തിനാ 30 പിള്ളേർ പോകുന്നിടത്ത് 4 സാറന്മാർ പോകുന്നേ? ഷാപ്പറൂൺസായിട്ടാണ്. ആരാണ് കൂടെ പോകുന്നതെന്നുള്ളത്. ഇങ്ങനെ പ്രൊട്ടക്റ്റഡ് ഗൈഡഡ് ആയിട്ടുള്ള ഒരു ഇൻഫൻസി, ശൈശവത്വത്തിൽ നിന്നും ഉള്ള ഒരു വിമോചനം. 4-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ വായിച്ചോ? ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ ഞങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ദൈവത്തെ അറിയുന്നവരാണ്. പക്ഷെ തിരുത്തി പറയണം, ദൈവം നിങ്ങളെ അറിയുന്നു. ആരായിട്ട് അറിയുന്നു? ശത്രുവായിട്ടല്ല, സ്വന്തമായി, ബന്ധുവായി, മകനായി, മകളായി, പ്രിയനായി, തൻ്റെ ഭവനമായി, തൻ്റെ അവകാശമായി, താൻ തിരഞ്ഞെടുത്തവനായി, താൻ പേർ ചൊല്ലി വിളിച്ചവളായി. ഇപ്പോഴോ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കിയാൽ എന്തുകൊണ്ട് ബലഹീനവും ദരിദ്രവും ശക്തിയില്ലാത്തതും പ്രയോജനരഹിതവുമായ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നു? കാരണം ഇത്തരം ബലഹീനവും ശക്തിയില്ലാത്തതും ദാരിദ്ര്യം നിറഞ്ഞതും കെൽപ്പില്ലാത്തതും ആയ ഇത്തരം ആദ്യ പാഠങ്ങളിൽ നിന്ന് ദൈവം നമ്മെ ക്രിസ്തുയേശുവിൽ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. ദൈവം നമ്മെ അടിമച്ചങ്ങല പോലെ കെട്ടിവെച്ചിരുന്ന ചില ഷാപ്പറൻസിൻ്റെ മേധാവിത്വത്തിൽ നിന്നും മേൽക്കോയ്മക്കാരുടെ ദുർഭരണത്തിൽ നിന്നും ദൈവം നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. യേശുക്രിസ്തുവിൽ കൂടെ നൽകുന്ന ഈ സ്വാതന്ത്ര്യത്തിൽ പങ്കുചേരുന്നവരാണ് അവർ. മേലാൽ 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, നാം മേലാൽ അടിമകളല്ല, മക്കളത്രേ, പുത്രന്മാരത്രേ. അങ്ങനെയെങ്കിലോ ദൈവം നമ്മെ അവകാശികളും ആക്കി മാറ്റിയിരിക്കുന്നു. ദൈവം യേശുക്രിസ്തുവിൽ നമ്മെ മക്കളാക്കി എന്ന് ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത്. നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഖ്യമാണത്. നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണത്. കാരണം ദൈവം ശത്രുക്കളായിരുന്ന നമ്മെ യേശുക്രിസ്തു മുഖാന്തരം മിത്രങ്ങളാക്കി മാറ്റി, മക്കളാക്കി മാറ്റി, അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം വരുത്തി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിൻ്റെ സ്വന്തമാക്കി മാറ്റി, തനിക്കുള്ള നന്മകൾക്കും തൻ്റെ ജീവനും ഒക്കെ നമ്മെ പങ്കാളികളാക്കി മാറ്റുന്ന സുവിശേഷത്തിൻ്റെ ഈ വലിയ അനുഗ്രഹം, എല്ലാ തലമുറകൾക്കും ദൈവം കൊടുക്കുന്ന ഈ അതിശ്രേഷ്ഠ അനുഗ്രഹം, അതിൽ പങ്കു ചേർക്കപ്പെടുന്നവരാണ് ആത്മാവിനുള്ളവർ എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതെങ്ങനെയാണ് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത്? 3-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല. 3-ാം അധ്യായത്തിൻ്റെ 29 വരെ വായിച്ചു. ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നല്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളും ആകുന്നു. വിശ്വാസത്താൽ നാം എല്ലാവരും ക്രിസ്തുവേശുവിൽ ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ കുടുംബമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായി നമ്മളൊക്കെ ക്രിസ്തുവേശുവിനെ ധരിച്ചിരിക്കുന്നു. ഞാനിവിടെ വന്നപ്പോൾ ചില മക്കളൊക്കെ ഒരു വെള്ള ടീഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നു. ഇവിടെയുള്ള പാസ്റ്റേഴ്സൊക്കെ വെള്ള ഉടുപ്പിട്ടുകൊണ്ട് വന്നേക്കുക. ദൈവം എത്ര കരുണയുള്ളവനാണ്. ഞാൻ രാവിലെ മാറ്റി വെച്ചിരുന്ന എൻ്റെ കള്ളിയുടുപ്പ് മാറ്റി ഒരു വെള്ളയുടുപ്പ് ഇട്ടുകൊണ്ട് വരാൻ ദൈവം എനിക്കൊരു പ്രത്യേക പ്രചോദനം തന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. അല്ല ഇന്നെ നിങ്ങൾ സ്റ്റേജിൽ കയറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെയുള്ള അനേക ദൈവമക്കളൊക്കെ വെള്ള ധരിച്ചുകൊണ്ട് ഇന്ന് വന്നിരിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ 2 പേര് വെള്ള ഇങ്ങോട്ട് ശുദ്ധവെള്ള, പിന്നെ നല്ലപോലെ നീലം മുക്കിയ വെള്ള മുണ്ടും ഷർട്ടും എടുത്തുകൊണ്ട് പോയാൽ നമുക്കറിയാം അവർ ഏത് ചർച്ചിലോട്ടാണ് പോകുന്നതെന്ന്. കറുത്ത പാൻറ്റും വെള്ള ഉടുപ്പുമാണ് പുരുഷന്മാരാണെങ്കിൽ ഇപ്പം നമുക്കറിയാതെ രാജു പൂവക്കാല പാസ്റ്റർ ചർച്ചിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ മിനിസ്ട്രി ടീമിനെ നോക്കിയപ്പോൾ അവർ ഒരു പ്രത്യേക തരത്തിലുള്ള വെള്ള ഉടുപ്പോ ടീഷർട്ടൊക്കെ ഇട്ടേക്കും. അപ്പോൾ ഈ ടീഷർട്ടിൻ്റെ പുറകിൽ മീഡിയ ടീമെന്നോ അല്ലെങ്കിൽ വേറെ എന്നാ വർഷിപ്പ് ടീമെന്നോ ഒക്കെ ഒരു മുദ്രയുണ്ടെന്ന് വരികിൽ അതൊരു ഐഡൻറ്റിഫിക്കേഷനാണ്, ഇല്ലേ?
നിങ്ങളെല്ലാം കൂടെ അടുത്ത നിങ്ങളുടെ കൺവെൻഷന്, കരിസ്മ കൺവെൻഷൻ അല്ലേ, നിങ്ങളുടെ അടുത്ത കരിസ്മ കൺവെൻഷന് ഒരു മുന്നോടിയായി ഈ സഭയിലെ വിശ്വാസികളൊക്കെ ഒരേ തരത്തിലുള്ള ടീഷർട്ടും ഒരേ തരത്തിലുള്ള തൊപ്പിയും വെച്ചോണ്ട് കുറേ ഫ്ലയേഴ്സും പിടിച്ചോണ്ട് തിരുവല്ല മുതൽ ചങ്ങനാശ്ശേരി വരെയും തിരുവല്ല മുതൽ ചെങ്ങന്നൂർ വരെയും നിങ്ങളൊരു റാലി പോവുകയാണ്. അപ്പോൾ നിങ്ങളൊരു യൂണിഫോം ധരിച്ചേക്കുക. ഈ യൂണിഫോം ഇട്ടേക്കുമ്പോൾ സ്റ്റുഡൻ്റ് ആണെന്നോ, ഏറ്റവും കൂടുതൽ ദശാംശം കൊടുക്കുന്ന അച്ചായനാണെന്നോ, ബെൻസേ നടക്കുന്ന ചിറ്റപ്പനാണെന്നോ വല്ല ഓർമ്മയുണ്ടോ? ഓട്ടോറിക്ഷയ്ക്ക് വരുന്നവരും സൈക്കിള് അവിടെ മൂലയ്ക്ക് വെച്ചിട്ട് നടന്നു വന്നവരും ബെൻസേൽ വരുന്നവരും ഒക്കെ ഏറ്റവും കൂടുതൽ ദശാംശം ഇടുന്നവരും പട്ടണി പാവങ്ങളായ ഹോസ്റ്റൽ പിള്ളേരും ഒക്കെ ഇട്ടേക്കുന്നത് എന്നതാ? ഒറ്റയും. എൻ്റെ പൊന്നു മക്കളെ, ഹോസ്റ്റലിൽ ജീവിക്കുമ്പോൾ പട്ടിണി വിശപ്പൊക്കെ നമുക്കറിയാം. ഞങ്ങൾ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പട്ടിണി പാവങ്ങളായ ഹോസ്റ്റലിൽ താമസിക്കുന്ന മക്കളും ഒക്കെ ഒരേ യൂണിഫോം ധരിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്താ ഉള്ളത്? ഒരു ഐഡൻറ്റിറ്റി. നമുക്ക് ഒരു ഐഡൻറ്റിറ്റി, നാം ആരാണ് എന്താണ് എന്നുള്ളത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. നാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ദൈവത്തിനൊരു നന്ദിയോടെ സ്തോത്രം പറഞ്ഞ് എങ്ങനെയാ പറയേണ്ടതെന്നറിയാമോ? അവധിക്ക് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പൻ ഇറങ്ങി വരിക നമ്മൾ റിസീവ് ചെയ്യാൻ. നമ്മൾ നോക്കാതാണെന്നാ പോകുന്നത്. ചാച്ചാ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞേച്ചാന്ന് പോകുന്നത്. ഞാൻ കൊതിക്കുമായിരുന്നു തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ അപ്പൻ്റെ വിയർപ്പുള്ള കെട്ടിപ്പിടുത്തത്തിനായി. മോളെ, അക്കാലത്ത് വലിയ പെർഫ്യൂം ഒന്നും ഞങ്ങളുടെ നാട്ടിലില്ല. അധ്വാനിച്ച് ജീവിച്ചിരുന്നവർക്കൊരല്പം വേർപ്പിൻ്റെ പെർഫ്യൂം ഉണ്ടായിരുന്നു. പക്ഷെ സ്കൂളിൽ നിന്നും അവധിക്ക് തിരുവല്ല സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ എൻ്റെ അപ്പൻ എന്നെ സ്വീകരിക്കുവാൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ വിയർപ്പാണോ നാറ്റമാണോ ഒന്നും എന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. ആ കെട്ടിപ്പിടുത്തത്തിനായി ഇന്ന് നമുക്ക് വിശ്വാസത്താൽ ഹൃദയപൂർവ്വം നമ്മെ മക്കളാക്കിയ പിതാവിനൊരു കെട്ടിപ്പിടുത്തം കൊടുക്കാം. അവിടെ ജീവനുണ്ട്, അവിടെ സമൃദ്ധിയുണ്ട്, അവിടെ വാസനയുണ്ട്, അവിടെ ജീവനുണ്ട്. വീണ്ടും നമുക്ക് ആവേശത്തോടെ നമ്മുടെ പിതാവിനെ ഒന്ന് കെട്ടിപ്പിടിക്കാം. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തെ ഒന്ന് കെട്ടിപ്പിടിക്കാം. ആ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് പകരപ്പെടട്ടെ. നമ്മൾ കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റപ്പോൾ നമ്മെക്കുറിച്ച് പറഞ്ഞേക്കുന്നതിന് നമ്മളെല്ലാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇപ്പം നമ്മളെല്ലാം ഒറ്റ യൂണിഫോമായിട്ടേക്കുന്നത്. ഏതാ യൂണിഫോം? യേശു ക്രിസ്തു. നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ആളത്വം, നാം ആരാണ് എന്നുള്ളത് ഇന്ന് കാണിക്കുന്നത് ദൈവം നമ്മെ ക്രിസ്തുയേശുവിനെ ഒരു ഉടയാട പോലെ ധരിപ്പിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ ഒരു യൂണിഫോമാക്കി തന്നിരിക്കുന്നുണ്ട്. ഇതിൽ പിന്നെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല, ദാസനെന്നോ സ്വതന്ത്രനോ എന്നില്ല, ധനികനെന്നോ ദരിദ്രനെന്നോ ഇല്ല, സ്വദേശിയെന്നോ വിദേശിയെന്നോ ഇല്ല, ഭാഷയില്ല, ജാതിയില്ല, വർഗമില്ല, റേസില്ല, പഠിപ്പില്ല, ഇംഗ്ലീഷ് അറിയാമോ ഇല്ലയോ എന്നുള്ളതൊരു പ്രശ്നമല്ല. എല്ലാവരും ഒന്നായി ദൈവമക്കളായി യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. ഇത് വിശ്വാസത്താൽ ഭവിക്കുന്ന ഈ അനുഭവമാണെന്ന് വരികിൽ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യരോട് ചോദിക്കുക, അല്ലയോ ഗലാത്യരെ, നിങ്ങൾ എങ്ങനെയാണ് ഈ അനുഭവത്തിലേക്ക് കടന്നു വന്നത്? 3-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് എങ്ങനെയാണ്? വിശ്വാസത്താൽ സ്നാനമേറ്റിരിക്കുന്നവരായ നിങ്ങൾ. 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. 5-ാം വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടായത്? എങ്ങനെയാണ് നിങ്ങൾ ദൈവമക്കളായി തീർന്നത്? എങ്ങനെയാണ് ദൈവം നിങ്ങളുടെ മധ്യേ ജീവിക്കുന്നത്? എങ്ങനെയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ദൈവം നിന്റെ പരിശുദ്ധാത്മാവിനെ പറഞ്ഞയച്ചത്? വ്യക്തമായ അവരുടെ ഉത്തരം യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ട് വിശ്വസിച്ചപ്പോൾ 1-ാം വാക്യത്തിൽ, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരേ, ആരെങ്കിലും നിങ്ങളുടെ കണ്ണുകളെ കെട്ടിയിട്ടിട്ടുണ്ടോ? കൂടോത്രം ചെയ്തിട്ടുണ്ടോ?
നിങ്ങളുടെ കൺമുൻപാകെയല്ലോ ക്രിസ്തുയേശുവിനെ ക്രൂശിതനായി വ്യക്തമായി വരച്ചു കാട്ടിയത്. ഒരു ചിത്രകാരൻ ഏതെല്ലാം ഭാവങ്ങൾ തന്നെ ഒരു പോർട്രേറ്റിൽ വരച്ച് കാണിക്കുമോ അതിനേക്കാൾ വ്യക്തതയോടെയാണ് പൗലോസ് അപ്പോസ്തലൻ ക്രൂശിതനായ ക്രിസ്തുവിനെ ആ സഭകളിൽ പ്രസംഗിച്ച് അവതരിപ്പിച്ചത്. അവർക്ക് ദൃശ്യരൂപം പോലെ യേശുവിനെ ആക്കിയെടുക്കുവാൻ, ജസ്റ്റ് as clear as a visual presentation, അത്ര വ്യക്തമായി അവർക്ക് കാണിച്ചു കൊടുത്തു. അവർ അതിനെ വിശ്വസിച്ചു. അപ്പോസ്തലൻ ചോദിക്കുകയാണ്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങളുടെ മേൽ ദൈവം പരിശുദ്ധാത്മാവിനെ പകർന്നത് ഏത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്? നിങ്ങൾ സുവിശേഷം വിശ്വസിക്കുക അല്ലയോ? അപ്പോൾ ആത്മാവ് കൊടുക്കുന്ന ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ കുടുംബത്തിൽ ജനിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ ഐഡൻറ്റിറ്റി അവർക്ക് പരിശുദ്ധാത്മാവിനാൽ കിട്ടുന്നത് അവർ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം വിശ്വസിച്ചതിനാലും അത് അവർ ഉള്ളിൽ കൈക്കൊണ്ടതിനാലും അവരുടെ വിശ്വാസത്തെ സ്ഥിരീകരിക്കുവാൻ ദൈവം അവരുടെ ഉള്ളിലേക്ക് തൻ്റെ വിലയേറിയ വിശുദ്ധ സാന്നിധ്യം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ പകർന്നു കൊടുത്ത്. റോമാലേഖനം 5-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. അപ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നമ്മുടെ പിതാവാണ്, നമുക്കായി കരുതുന്നു. ഇന്നത്തെ സങ്കീർത്തനത്തിൽ നാം വായിച്ച അനുഭവം, ഇന്നത്തെ ആരംഭ പാട്ടുകളിൽ നാം ഏറ്റുപാടിയതായ നമ്മുടെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ, ഇതൊക്കെ കെട്ടുകഥകളല്ല, മിഥ്യാധാരണകളല്ല. ഇത് വിശ്വസിക്കുന്നവർക്ക് ജീവിത അനുഭവം ആക്കി മാറ്റും എന്ന് സ്ഥിരീകരിക്കുവാൻ, ദൈവം തൻ്റെ സ്നേഹത്തെ ഉള്ളിൽ സ്ഥാപിക്കുവാൻ ദൈവം സ്വന്തം കൈപ്പട കൊണ്ട് ഹൃദയങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന ദൈവസ്നേഹമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ഗലാത്യരോട് പറയുക, നിങ്ങൾ വിശ്വസിച്ചപ്പോൾ നിങ്ങൾക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ തന്നില്ലേ? 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്ന പോലെ വിശ്വസിക്കുന്ന നിങ്ങളെയും ദൈവം വിശ്വാസത്താൽ പ്രഖ്യാപിക്കുന്നില്ലേ നീതീകരിക്കപ്പെട്ടവർ എന്ന നിലയിൽ? 3-ാം അധ്യായത്തിന് 13-ഉം 14-ഉം വാക്യങ്ങളൊന്ന് വായിച്ചേ. മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. നമുക്ക് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ആവർത്തന പുസ്തകത്തെ വ്യാഖ്യാനിക്കുന്നത് കാണാൻ സാധിക്കും. ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ മരത്തിൽ തൂങ്ങി മരിക്കുന്നവൻ, അതായത് ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവനാണ് വാസ്തവത്തിൽ അത് ഉദ്ദേശിക്കപ്പെടുന്നത്. അന്ന് മനുഷ്യരെ വധശിക്ഷയ്ക്ക് വിധിച്ചാൽ വധശിക്ഷ നടപ്പാക്കുന്ന രീതികളിൽ ഒന്നായിരുന്നു കല്ലുകൊണ്ടെറിഞ്ഞ് കൊന്ന് മൃതശരീരം മരത്തേൽ മറ്റുള്ളവർക്കൊരു ദൃഷ്ടാന്തമായി കെട്ടിത്തൂക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു മനുഷ്യൻ ശാപഗ്രസ്തനായതുകൊണ്ട് മാത്രമാണ് മരത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നത്. ആ വാക്യത്തെ ഉദ്ധരിച്ചിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, യേശുക്രിസ്തു എങ്ങനെയാ മരിച്ചേ? ക്രൂശിതനായി. അപ്പോൾ യേശുവിനെ ദൈവം ശപിച്ചതാണോ? അനുഗ്രഹിക്കപ്പെട്ടവനോ ശാപഗ്രസ്തനോ? അപ്പോസ്തലൻ കൊടുക്കുന്ന മറുപടി, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിമുക്തരാക്കുവാൻ ക്രിസ്തുയേശു നമുക്ക് വേണ്ടി ശാപഗ്രസ്തനായി തീർന്നു. നമ്മുടെ മേലുള്ള പാപത്തെ ചുമന്നു മാറ്റി നമ്മെ നീതീകരിക്കുവാൻ പാപമറിയാതിരുന്നവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. ശാപഗ്രസ്തരായിരുന്ന നമ്മെ ശാപത്തിൽ നിന്നും വിമോചനം നൽകി അനുഗ്രഹിക്കുവാൻ ക്രിസ്തുയേശുവിനെ ദൈവം നമ്മുടെ ശാപങ്ങൾ ചുമക്കുന്നവനാക്കി മാറ്റി തീർത്തു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ പ്രതിനിധിയായി. ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞേ ചിരിക്കായില്ലേ? നമ്മുടെയൊക്കെ മനസ്സിൽ കാണും ആരായിരിക്കും പത്തനംതിട്ട നിയോജകമണ്ഡലത്തെ, ഇല്ലേ പത്തനംതിട്ട പത്തനംതിട്ട നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിക്കുക എന്നുള്ളൊരു, നമ്മൾ വോട്ട് കുത്തിച്ചിരിക്കുക. ഞാനും പോയി വോട്ട് കുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വോട്ട് കുത്തിയവർക്കൊക്കെ ഒരു ചിന്താകുലമുണ്ട്, ആരായിരിക്കും നമ്മുടെ പ്രതിനിധിയായി പാർലമെൻറ്റിൽ എത്തുക എന്നുള്ളത്. നാം തിരഞ്ഞെടുത്തു വിടുന്ന ഒരു പ്രതിനിധി, ദൈവം നമുക്കായി നിയോഗിച്ച പ്രതിനിധി, നമ്മുടെ മധ്യസ്ഥൻ, ദി ഓൺലി മീഡിയേറ്റർ,
ഏക മധ്യസ്ഥനായ ക്രിസ്തുയേശു. ആ മാധ്യസ്ഥത്തിന് മഹിമ എന്താണ്? നാം ചോദിക്കാതിരുന്നപ്പോൾ, നാം ആഗ്രഹിക്കാതിരുന്നപ്പോൾ, നാം ആവശ്യപ്പെടാതിരുന്നപ്പോൾ ഈ പ്രതിനിധി വന്ന് നമ്മുടെ ശാപത്തെ തൻ്റെ മേലാക്കി, നമ്മുടെ ശിക്ഷയെ അവൻ്റെ മേലാക്കി, നമ്മുടെ മരണത്തെ മാറ്റുവാൻ അവൻ മരണത്തെ ചുമന്നൊഴിക്കുന്നവനായി നിന്നു. നമ്മുടെ ശാപശിക്ഷയെ, പാപശിക്ഷയെ മാറ്റുവാൻ അവൻ നമുക്ക് വേണ്ടി നമ്മുടെ പ്രതിനിധിയായി നമ്മുടെ സ്ഥാനത്ത് നാം എന്ന പോലെ നമുക്ക് വേണ്ടി അടികളേൽക്കുകയാൽ അപ്പവും വീഞ്ഞിലേക്ക് നാം കൈനീട്ടുമ്പോൾ നാം സ്തോത്രത്തോടെ ഏറ്റുപറയുന്നൊരു കാര്യമാണ്, എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്നവൻ, എന്നെ പ്രതിനിധീകരിച്ച് എൻ്റെ സ്ഥാനത്ത് എനിക്ക് പകരമായി എന്നെ ഉദ്ധരിക്കുവാൻ, എനിക്ക് ജീവൻ തരുവാൻ, തൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യമാക്കുവാൻ, എനിക്ക് സമാധാനം വരുത്തുവാൻ, എനിക്ക് വേണ്ടി ശിക്ഷയേറ്റവനായി, എൻ്റെ പ്രതിനിധിയായി, എൻ്റെ മറുപുരുഷനായി എനിക്ക് വേണ്ടി വന്നവൻ, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടവൻ. 2-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ദൈവപുത്രനായ ക്രിസ്തുയേശു. എല്ലാവരും നെഞ്ചത്തുനിന്ന് കൈവച്ച്. നിങ്ങളുടെ ഉള്ളിൽ ആരുടെ സ്നേഹമായ ഏറ്റവും ഇരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എല്ലാ സ്നേഹവും വിശ്വസിക്കരുത്. എന്നാൽ വിശ്വസിക്കാവുന്ന കറയില്ലാത്ത ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹമാണ്, ഒന്ന് പറഞ്ഞ് എല്ലാവരും എന്നോട് ചേർന്ന്, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ജീവനർപ്പിച്ച ദൈവപുത്രനായ ക്രിസ്തുയേശു. അവൻ ആത്മസ്നേഹിതൻ, അവൻ ജീവൻ തന്ന് സ്നേഹിച്ചവൻ, അവൻ പ്രാണസ്നേഹിതൻ. ഞാനിനി അവനായി ജീവിക്കും, ഞാനിനി അവനായി ജീവിക്കും. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മളെ സ്നേഹിച്ച്, അത്രമാത്രം നമ്മളെ സ്നേഹിച്ച് നമുക്കായി തൻ്റെ ജീവൻ ബലിയാഗമായി അർപ്പിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ, മരണത്തെ, പ്രതിനിധി മരണത്തെ, യാഗത്തെ, ആ ക്രിസ്തു സംഭവത്തെ നാം വിശ്വസിക്കുമ്പോൾ, ഉൾക്കൊള്ളുമ്പോൾ, 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ എന്നാ പറയുന്നത്? അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം പുറജാതികളായ നമുക്കും പകരപ്പെടുവാൻ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ദൈവം അനുഗ്രഹിക്കുന്ന സകല വംശത്തിൻ്റെയും സകല വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും പട്ടികയിൽ നമ്മുടെ പേര് ചേർക്കപ്പെടുവാനുള്ള കാരണം ക്രിസ്തുയേശു നമുക്ക് വേണ്ടി മരിക്കയാൽ തന്നെ, ക്രിസ്തുയേശു മധ്യസ്ഥനായി തീർന്നതിനാൽ തന്നെ. ആ സുവിശേഷം ഏറ്റുകൊള്ളുമ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി നമുക്ക് അബ്രഹാമിൻ്റെ അനുഗ്രഹം ദൈവം പകർന്നു തരുന്നു എന്നുള്ളതിൻ്റെ ഉറപ്പും അച്ചാരവും മുദ്രയും അധികാരപത്രവുമാണ് വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അവിടുന്ന് പകർന്നു തന്നു എന്നുള്ളത്. എന്താണ് ഞാൻ ഇതുവരെ പറയാൻ ശ്രമിച്ചത്? വാത്സല്യമുള്ളവരെ, ആകയാൽ നിങ്ങൾ ആത്മാവിനാൽ ജീവിക്കുന്നുവെന്ന് വരികിൽ എന്ന് ഗലാത്യരോട് സംക്ഷേപ ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇതാണ്: നിങ്ങൾ സുവിശേഷത്തിലുള്ളവരാകയാൽ, സുവിശേഷം വിശ്വസിച്ചിരിക്കയാൽ, കർത്താവ് ക്രൂശിതനായ ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിച്ചിരിക്കയാൽ, അവനോട് ചേരുവാൻ നിങ്ങൾ സ്നാനമേറ്റിരിക്കയാൽ, നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ഇത്ര വലിയ സ്നേഹം കണ്ടിട്ട് നിങ്ങളിനി അവനായി ജീവിക്കും എന്നൊരു പ്ലെഡ്ജ് ഓഫ് ലോയൽറ്റി, കർത്താവെ നിനക്ക് വേണ്ടി മാത്രം, നിനക്കായി മാത്രം വേർതിരിക്കപ്പെട്ടവൻ എന്ന രീതിയിൽ വേർതിരിക്കപ്പെട്ടവളായി, നിനക്ക് വിശുദ്ധമായി, നിനക്ക് സ്വന്തമായി, നിന്റെത് മാത്രമായി, നിനക്ക് വേണ്ടി, നിനക്കായി, നിന്റെത് മാത്രമായി വേർതിരിക്കപ്പെട്ടിരിക്കയാൽ, സ്വന്തം നിനക്കിനി ഞാൻ എൻ യേശുദേവാ, പാപ ബന്ധം നീക്ക് എന്നിൽ നിന്നൻ ജീവനാഥ. പണ്ടുകാലത്ത് നമ്മൾ പ്രാർത്ഥനയ്ക്കൊക്കെ പാടിയിരുന്ന പാട്ടുകളിലൊന്നാണ് അല്ലേ? ഞാനിനി നിനക്ക് സ്വന്തമാണ്, പാപത്തിൻ്റെ ബന്ധം എന്നിൽ നിന്ന് നീക്കി കളയണമേ ജീവനാഥ. അങ്ങനെ ക്രിസ്തുവിനോട് ചേരുവാൻ, ബന്ധിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനാൽ, വാഗ്ദത്തത്തിനാൽ, ദൈവത്തിൻ്റെ ദാനമായ ക്രിസ്തുയേശുവിനാൽ, തൻ്റെ ക്രൂശിലെ അനുഗ്രഹത്താൽ, തൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരത്താൽ ദൈവം നമ്മെ അടിമത്തത്തിൽ നിന്നും മോചനം നൽകി സ്വതന്ത്രരാക്കിയിരിക്കയാൽ, സ്വന്തം മക്കളും ഭവനക്കാരുമാക്കി വെച്ചിരിക്കയാൽ, അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിൻ്റെ ശ്രീഭണ്ഡാരത്തിലേക്ക് നമ്മെയും പ്രവേശിപ്പിച്ചിരിക്കയാൽ,
പരിശുദ്ധാത്മാവെന്ന ആധാർ കാർഡ് തന്നിരിക്കുകയാണ്, ഇല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും സർക്കാരിൽ നിന്നൊരു ആനുകൂല്യം വേണേ അവർ ചോദിക്കത്തില്ലേ ആധാർ നമ്പർ ഉണ്ടോയെന്ന്? നമ്മുടെ യുണീക്ക് ഐഡൻറ്റിറ്റി കാർഡായി തന്നിരിക്കുകയാണ്, പരിശുദ്ധാത്മാവിനാൽ സ്വന്തമാക്കി തീർന്നത്. ആ മനുഷ്യരോടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇനി നിങ്ങൾ ജീവിക്കുന്നത് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന് സ്വന്തമായി തീർന്നിരിക്കാൻ ഇനി നിങ്ങൾ ആത്മാവിൽ ജീവിക്കണം. ആത്മാവിൽ ജീവിക്കുന്നതിനുള്ള ചിത്രീകരണങ്ങളാണ് ആത്മാവിനാൽ നടത്തപ്പെടേണ്ടത്. ആത്മാവിൽ ജീവിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുനിഷ്ഠമായ സംഭവമാണ് സുവിശേഷത്തിൽ പങ്കാളികളായിരിക്കുന്നത്. ആത്മാവിനാൽ നടത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു പാസീവ് വെർബാണ്. നാം നടക്കണം, നാം ജീവിക്കണം, അത് ആക്റ്റീവാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ ഈ ആക്റ്റീവ് റെസ്പോൺസ് എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രചോദനത്തിന് മറുപടിയായിട്ടാണ്. നമ്മെ ഗൈഡ് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന പോലെ. ഹോസ്റ്റലിൽ ഒരു ഭക്തനായ കൊച്ചൻ വേദോസം വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പുള്ളിക്ക് ഇടയ്ക്ക് ബോറടിക്കുന്നു, ഉറക്കവും വരുന്നു. ഇപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, വാടാ നമുക്ക് പോയി അടിച്ചൊന്ന് പൊളിക്കാമെന്ന്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇന്ന് എനിക്ക് ഉപവാസമാണ്, ഞങ്ങളുടെ സഭയിലൊക്കെ എല്ലാവരും ഉപവസിക്കുക, അതുകൊണ്ട് ഇന്ന് ഞാൻ വരുന്നില്ല. കൂട്ടുകാർ പിന്നെയും വന്ന് മുട്ടുക, വിളിക്കുക. സമ്മർദ്ദത്തിന് കീഴ്വഴങ്ങി എത്രയോ മക്കൾ തീരുമാനങ്ങളിൽ നിന്നും കാലുമാറ്റി ചവിട്ടാറ്. അതോ ഞാൻ ഹോസ്റ്റലിൽ പഠിച്ച കാലത്തെ കാര്യമാണ് പറയുന്നതിൽ ഞാൻ പുരാണം എഴുന്നള്ളിക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇക്കാലത്ത് നിങ്ങൾക്ക് പിയർ പ്രഷറൊന്നും ഇല്ലായിരിക്കാം. നിങ്ങളൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് നടത്തപ്പെടുന്ന ഒരു പ്രത്യേക മെക്കനൈസ്ഡ് ഓട്ടോമേറ്റഡ് സ്പിരിച്വൽ ബീയിങ്സ് ആയിരിക്കാം. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ ശരീരത്തിൽ വസിക്കുന്നവനും സുഹൃത്ത് ബന്ധങ്ങളുള്ള വ്യക്തിയാണെന്ന് വരികിൽ തീർച്ചയായിട്ടും പിയർ പ്രഷർ എന്നുള്ളത് ഒരു സ്വാഭാവിക സത്യമാണ്. സ്വത്രം പറയാനായിട്ടല്ല, ചങ്കിലോട്ട് നോക്കാൻ മാത്രം പറഞ്ഞതേ ഉള്ളൂ. പരിശുദ്ധാത്മാവ്, ഇതാണ് എൻ്റെ കേസ്. The Holy Spirit becomes the peer pressure towards godliness. ഒരു ആമേൻ പറഞ്ഞേ, ഏറ്റു പറഞ്ഞേ, ഇംഗ്ലീഷ് അറിയാവുന്ന. The Holy Spirit becomes my peer pressure towards holiness. ജീവനിലേക്ക്, ദൈവത്തിലേക്ക്, ക്രിസ്തുവിലേക്ക്, വിശുദ്ധിയിലേക്ക്, അനുസരണത്തിലേക്ക്, ദൈവിക ജീവന്റെ പങ്കാളിത്തത്തിലേക്ക് അദൃശ്യനായ ദൈവത്തെ ലോകത്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തിലേക്ക് എന്നെ പ്രേരിപ്പിച്ച്, സമ്മർദ്ദം ചെലുത്തി, ഉത്തേജിപ്പിച്ച്, ഉത്സാഹിപ്പിച്ച് ഈ നേർവഴിയിലേക്ക് എന്നെ നടത്തുന്നത് പരിശുദ്ധാത്മാവിനാണ്. നാം പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നു എന്നൊരികിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് അവനാൽ നാം നടത്തപ്പെടണം. പൽസിലെ സൗരന്മാരെ, പലരും ചിന്തിക്കുന്നത് ഈ ആത്മീക ജീവിതം എന്ന് പറയുന്നത് അങ്ങ് കാറ്റും കോലും ഇല്ലാതെ പോകുന്ന ഉല്ലാസയാത്രയാണ്. പലപ്പോഴും ഉല്ലാസയാത്രകൾക്ക് പോകുമ്പോൾ നമ്മൾ പോകുന്നതിനേക്കാൾ ക്ഷീണിച്ചാൽ മടങ്ങുന്നത്. ചിലരുടെ ഉല്ലാസയാത്രകളിൽ നമുക്ക് വരാതിരിക്കട്ടെ അപകടങ്ങളുണ്ടാകും. ശരിയോ തെറ്റോ? പിക്നിക്കിന് പോകുമ്പോൾ സാറ് പറയും വെള്ളത്തിൽ ചാടരുത്. നമ്മൾ പറയും, സാറേ ഞാൻ ജനിച്ചപ്പോഴേ ദൈവം എന്നെ ഒരു മാക്രിയായിട്ടാണ് ജനിപ്പിച്ചേ. എൻ്റെ വല്യപ്പച്ചൻ എന്നെ കളിയാക്കുന്ന എന്നെ വാലുമാക്രി എന്ന് വിളിച്ചായിരുന്നു. കാരണം ഞങ്ങളുടെ തോട്ടിലും കുളത്തിലും ചാടുന്ന കാണുമ്പോൾ എൻ്റെ വല്യപ്പൻ, എൻ്റെ പൊന്നു കുഞ്ഞെ, നീ ബക്കറ്റിൽ നിന്ന് വെള്ളം കോരി ഒഴിച്ചിട്ട് നിൻ്റെ അമ്മ നിന്നെ കുളിപ്പിച്ചിട്ടല്ലാതെ നീ വെള്ളത്തിൽ പൊത്തമുങ്ങാനുള്ള വെള്ളത്തിൽ ചാടിയിട്ടില്ല. വെള്ളം കാണുമ്പോൾ നീ ആയിരിക്കും എടുത്ത് ചാടണമെന്ന്. അപ്പോൾ പലപ്പോഴും ഉല്ലാസയാത്രകളൊക്കെ പലരും പോയച്ചു വരുന്നത് വിലാപയാത്രയായിട്ടാണ്. പക്ഷേ എല്ലാം പറയാൻ പറ്റില്ലല്ലേ. ഭാര്യയും ഭർത്താവും കൂടെ ഒരു വർഷം മുഴുവൻ സമാഹരിച്ച് ഒരുമിച്ച് അവർ ഇറ്റലിയിലേക്ക് ഒരു ഹോളിഡേ ട്രിപ്പ് എടുത്തു. ഭയങ്കര സന്തോഷം, എല്ലാവരും കൂടി, വീട്ടുകാരെല്ലാം കൂടെ. സെക്കൻഡ് ഹണിമൂൺ എന്നും പറഞ്ഞാൽ വിട്ടേ. ദുബായി ചെന്നപ്പോൾ അവരുടെ ഫ്ലൈറ്റ് ക്യാൻസൽ. ടെൻഷനാണോ സ്തോത്രമാണോ? അവരവിടെ ചെല്ലുമ്പോൾ അവരുടെ ഹോളിഡേ പാർട്ടികളെല്ലാം പോയിരിക്കുന്നു. സ്തോത്രമാണോ ഹല്ലേലൂയാണോ?
അന്നവർ ക്രെഡിറ്റ് കാർഡിൽ ഒരു റൂം എടുത്ത് താമസിക്കുക. ഭാര്യ പറഞ്ഞു, അന്നേ ഞാൻ ദിലീപ് അച്ചായനോട് പറഞ്ഞ ഈ പാർട്ടിക്ക് പോകണ്ടാന്ന്. ഇപ്പോൾ ദിലീപിൻ്റെ മറുപടി എന്നാ? അല്ലേലും നിൻ്റെ സ്വഭാവം അടി. എത്ര കഷ്ടപ്പെട്ട് കരുതിയാലും ഒരു കുറ്റം വരുമ്പം നീ എന്നെ തല്ലും, നീ എന്നെ ഉപദ്രവിക്കും, കുറ്റം മുഴുവൻ ചാടും. വലിയ ഉത്സാഹത്തോടെ പ്രേമഘോഷയാത്രയായി പോയപ്പെട്ടവർ, ഇല്ലാത്ത കാശുണ്ടാക്കി പോയവർ ഇറ്റലിയിൽ ചെന്ന് എന്ത് ചെയ്യുക? കുരിശുയുദ്ധമാണെങ്കിൽ സഹിക്കാമായിരുന്നു, ലവ് ഫൈറ്റ് ആയിരുന്നെങ്കിൽ സഹിക്കാമായിരുന്നു. തിരിച്ചു വരുമ്പോൾ മോന്തയും വീർപ്പിച്ച് ഒത്താൽ 2 പേര് 2 കാറിൽ കയറി വീട്ടിൽ പോകാനായി 2 വീട്ടിൽ പോകാനുള്ള റെഡിനെസ്സോടാണ് വരുന്നത്. ഇങ്ങനെ വലിയൊരു അനുഭവിക്കുന്നുണ്ട്. കോട്ടയം സെമിനാരിയിൽ ഒരു കൗൺസിലിംഗ് സെൻറ്ററിലുണ്ട്. ഞാൻ നിങ്ങൾ ആരാന്ന് പറയത്തില്ല, അപേക്ഷിച്ചാൽ മതി. സ്പെഷ്യൽ കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട്, ഇല്ലേ? എന്താ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉല്ലാസയാത്രകൾ പലതും സംഘർഷങ്ങൾ ഉളവാക്കുന്നതാണ്. പരിശുദ്ധാത്മാവിൻ്റെ സമ്മർദ്ദത്താൽ ദൈവിക ജീവനിലേക്ക് നാം നീക്കപ്പെടുമ്പോൾ, ആത്മാവ് നമ്മളെ നയിക്കുമ്പോൾ നാം കരുതരുത് ഇത് പ്രതിസന്ധികളില്ലാത്ത ഒരു യാത്രയാണെന്ന്. ഇത് പ്രതിസന്ധികൾ ശക്തമായി കാറ്റും കോളും കടലും ആഞ്ഞടിക്കുന്ന ഒരു വിശ്വാസയാത്രയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ജഡത്തിൻ്റെ പ്രവൃത്തികൾ ആത്മാവിനും ആത്മാവിൻ്റെ ആശകൾ ജഡത്തിനും, ജഡത്തിൻ്റെ അഭിലാഷവും ആത്മാവിൻ്റെ അഭിലാഷങ്ങളും പരസ്പര വിരുദ്ധങ്ങളാണ്. ഇതൊരിക്കൽ നടക്കുന്നതല്ല, നിരന്തരം ഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പ്രായമായവർക്കുണ്ടാകുന്നതാണ്, ചെറുപ്പക്കാർക്കുണ്ടാകുന്നതാണ്, മധ്യവയസ്കർക്കുണ്ടാകുന്നതാണ്, എന്നെപ്പോലെ പ്രസംഗിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ഉണ്ടാകുന്നതാണ്. ജഡവും ആത്മാവും തമ്മിലുള്ള ജീവിത മത്സരങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ ജീവിത മത്സരത്തിൽ നാം കേവലം ബലഹീന വ്യക്തികളായിട്ടല്ല പങ്കെടുക്കുന്നത്, മറിച്ച് പരിശുദ്ധാത്മാവെന്ന ഉത്തേജകം ഭുജിച്ചിരിക്കുന്നവരായിട്ടാണ്. ഒരു സ്പോർട്സ് കോമ്പറ്റീഷനിൽ പിള്ളേരൊക്കെ ഓടുമ്പോൾ അവർക്കൊരു പരീക്ഷണം നടക്കും, കെമിക്കൽ ടെസ്റ്റ്. എന്താ? വല്ല ഉത്തേജക വസ്തുക്കൾ ഇവരെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായി. ദൈവം നമ്മെ ഈ മത്സരത്തിൽ ഇറക്കുന്നത് ഒരു ഉത്തേജകം നൽകിയിട്ടാണ്. എന്താണ് ആ ഉത്തേജകം? ദൈവത്തിൻ്റെ ജീവൻ, ക്രിസ്തുവേശുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നെ നടത്തുന്നു. അവൻ എനിക്ക് വഴികാട്ടിയായിരിക്കുന്നു. അവൻ എനിക്ക് ആലോചന പറഞ്ഞിരുന്നു. അവൻ എനിക്ക് ഏത് മാർഗമെടുക്കണമെന്ന് എന്നെ ഉപദേശിക്കുന്നു. എന്നെ നടത്തുവാൻ, എന്നെ വഴി നടത്തുവാൻ, എന്നെ ജീവനിലേക്ക് വഴി നടത്തുവാൻ സ്വർഗീയ മഹിമ വിട്ടിറങ്ങി സാധാരണക്കാരനോടുകൂടെ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവ്. അപ്പൊ തോൽവിക്കായിട്ടല്ല ഇറക്കി വിടുന്നേ, മത്സരിച്ച് ജയിപ്പിക്കാനായിട്ടാണ് ഇറക്കി വിടുന്നേ. മത്സരമുണ്ട്, തോൽപ്പിക്കാനായിട്ടല്ല, ലജ്ജിപ്പിക്കാനായിട്ടല്ല, മത്സരിപ്പിച്ച് യേശുക്രിസ്തു പിശാചിൻ്റെ മേൽ ജയമെടുത്തതുപോലെ ആ ജയത്തിൽ പങ്കാളിയാകുവാനായി. നമ്മൾ പാടിയില്ലേ, പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലം അനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ. പാടിയില്ലേ? എൻ്റെ സ്നേഹിതൻ തോമസ് മാത്യുവിൻ്റെ പാട്ടാണ് നമ്മൾ പാടിയില്ലേ? പാടിയപ്പോൾ ഇതാണ് നമ്മൾ പാടിയത്. പ്രതികൂലങ്ങൾ അനവധിയായി വന്നാലും പതറാതെ നമ്മെ നിർത്തുന്ന, ജയോത്സവമായി നിർത്തുന്നത് ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യവുമാണ്. നമുക്കൊക്കെ ഉണ്ടായി വരുന്ന പോരാട്ടങ്ങൾ, ഈ പോരാട്ടങ്ങളെയാണ് പൗലോസ് അപ്പോസ്തലൻ 5-ാം അധ്യായത്തിൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നു. നമുക്ക് നോക്കാം. 5-ാം അധ്യായത്തിൻ്റെ 19 വാക്യങ്ങൾ വായിക്കും. 19, 20, 21 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്നൊരു വലിയൊരു പട്ടിക കാണാനായിട്ട് സാധിക്കും. ആ പട്ടികയെ ഞാൻ ഏറെ വിശ്വസിക്കുന്ന ഒരു നല്ല തിയോളജിയൻ്റെ കമൻ്ററിയിൽ കൂടെ 4ആയി, ഇതെൻ്റെ ക്രമീകരണം അല്ല, ഞാൻ കടമെടുത്താണ്, 4 ലിസ്റ്റിൽ ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളെ അദ്ദേഹം സമ്മറൈസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അനുഗ്രഹമായി ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകാം. 1 ആദ്യം വായിച്ചേ. 19. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, മതി, ലൈംഗികമായ അരാജകത്വങ്ങൾ.
വിശുദ്ധ വിവാഹത്തിൻ്റെ പ്രതിജ്ഞയിലും പ്രതിഷ്ഠയിലും സ്നേഹത്തിലും പ്രതിപത്തിയിലും ജീവിക്കുന്ന കുടുംബസ്ഥർ തമ്മിൽ മാത്രം സ്നേഹോപചാരമായി ഉപഹാരമായി അർപ്പിക്കേണ്ട ലൈംഗിക ബന്ധം മറ്റൊരാളുമായി കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ വിവാഹബന്ധത്തിന് വെളിയിൽ നടത്തുന്ന എല്ലാ ലൈംഗിക പ്രവൃത്തികളും, അത് നോട്ടമാകട്ടെ, സ്പർശനമാകട്ടെ, തലോടലാകട്ടെ, എന്തായിക്കൊള്ളട്ടെ, അതിന് ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ് ലൈംഗിക അരാജകത്വത്തിൻ്റെ ഈ പട്ടിക. അത് ബന്ധുവിൽ നിന്നാകാം, അകന്ന ബന്ധുവിൽ നിന്നാകാം, സഹപാഠിയിൽ നിന്നാകാം, സഹപ്രവർത്തകനിൽ നിന്നാകാം, സഹശുശ്രൂഷകനിൽ നിന്നാകാം, ആരായിക്കൊള്ളട്ടെ. വിശുദ്ധ വിവാഹത്തിൻ്റെ, ഉടമ്പടിയുടെ, വിശുദ്ധ ബന്ധത്തിൻ്റെ, സ്നേഹ ഉപഹാരങ്ങളുടെ, സ്നേഹ അർച്ചനയായി, പാരസ്പരിക സമ്മതത്തോടുകൂടിയ അന്യോന്യമുള്ള സമർപ്പണമായി വിശുദ്ധ വിവാഹത്തിലല്ലാതെ മനുഷ്യർ ചെയ്യുന്ന സകലവിധ ലൈംഗിക പ്രവൃത്തികളെയും പറയുന്നതാണ് സെക്ഷൽ ഇമ്മൊറാലിറ്റി. രണ്ടാമത്തെ പട്ടിക എന്ന് പറയുന്നത് റിലീജിയസ് ഒഫൻസസ് ആണ്. റിലീജിയസ് ഒഫൻസസിൽ വ്യക്തമായി ഇവിടെ പറയുന്നു ഐഡലേട്രി, സോർസറി, ഈ സകലവിധ മതപരമായ അനുഷ്ഠകൾ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തോടും പ്രതിബദ്ധതയോടും വിശ്വാസത്താൽ സമർപ്പണത്താൽ ഏക സത്യ ദൈവത്തോട് ബന്ധപ്പെട്ട് അവനെ മാത്രം സേവിക്കുകയും അവനെ മാത്രം അനുസരിക്കുകയും ചെയ്യുവാനുള്ള ഉടമ്പടിയുടെ സമർപ്പണത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുന്ന എന്തായിരുന്നാലും ലൈംഗിക മോഹങ്ങളായിരിക്കാം. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ധനത്തിൻ്റെ ലസ്റ്റ് ഫോർ മണി, കവറ്റസ്നെസ്, അവറിഷ്യസ്നെസ്, പൈസ ഉണ്ടാക്കണം, കവന്ന് കിടന്ന കാപ്പണം മാത്രം, ഊണിലും ഉറക്കത്തിലും എല്ലാം പൈസ 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 പൈസ. ഇങ്ങനെ ജീവിച്ച് ദശാംശം കൊണ്ടിട്ടാൽ ദൈവത്തെ സോപ്പിടാനായിട്ട് സാധിക്കത്തില്ല. ധനം നമുക്കൊരു ഐഡലായി മാറും, നമ്മെ നിയന്ത്രിക്കുന്ന ശക്തിയായി മാറും. ദൈവത്തെയും മാമോനെയും ഒരുപോലെ നിനക്ക് സേവിക്കുവാൻ കഴിയില്ലെന്ന് എന്നെ യേശു കർത്താവ് പറഞ്ഞു എന്ന് വരികിൽ അതിൽ മീതെ ഒരു അടിവര ഇടാൻ പറ്റുന്ന, ഒരു ഫുട് നോട്ട് എഴുതാവുന്ന ഒരു സത്യമില്ല, ജീവൽ സത്യമില്ല. സെക്ഷൽ ഇമ്മൊറാലിറ്റി, ഐഡലേറ്ററി. പിന്നെ ഇവിടെ ഏറ്റവും അധികം പറഞ്ഞേക്കുന്നത് സോഷ്യൽ കോൺഫ്ലിക്ട്സ് ആണ്. സമൂഹ ബന്ധങ്ങളെ നശിപ്പിക്കുന്ന മനുഷ്യ പ്രകൃതങ്ങൾ ഇല്ലേ? ശത്രുത, വഴക്ക്, അസൂയ, കോപത്തിൽ ഉള്ള പൊട്ടിത്തെറികൾ, സ്വാർത്ഥമായ ആംബിഷൻസ്, കക്ഷിഭേദങ്ങൾ, സബ് ഗ്രൂപ്പുകൾ, ഡിവിഷൻസ്, പിന്നെയും അസൂയ. എന്താണിത് കാണിക്കുന്നത്? ഒരു സമൂഹത്തെ നശിപ്പിക്കുന്ന, ദീസ് ആർ ഡിസ്ട്രോയേഴ്സ് ഓഫ് സൊസൈറ്റി. സാമൂഹിക ബന്ധത്തെ നശിപ്പിക്കുന്ന മനുഷ്യൻ്റെ പ്രവർത്തന രീതികളാണ്, പവർ പാറ്റേൺസ് ആണ്. എങ്ങനെയാണ് പരസ്പര ബന്ധത്തെ അധികാരപരമായി നാം വിനയം ചെയ്യുന്നത്? ദീസ് ആർ ഓൾ സ്റ്റൈൽസ് ഓഫ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ എൻഗേജ്മെൻറ്റ്സ്, നെറ്റ്വർക്കിംഗ്. അത് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതാണെങ്കിൽ സ്നേഹമായി മാറും, അല്ലെങ്കിൽ അത് സോഷ്യൽ ഡിസ്ട്രക്റ്റീവ് വർക്ക്സ് ഓഫ് ദ ഫ്ലഷ് ആയിട്ട് മാറും. അവസാനമായിട്ട് പറയുന്നു ഇല്ലേ, ഡ്രങ്കൺനെസ്, കരൂസിങ്, അതായത് മദ്യപാനം. ഞാൻ രാവിലെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് സമയം പോരായിരുന്നു. കേരളത്തിൻ്റെ ബഡ്ജറ്റ് പൗലോസ് അപ്പോസ്തലൻ അനുസരിച്ചാൽ ഇതിലും എത്ര പാപ്പരമായി മാറുക. മദ്യപാനവും ടുബാക്കോയും ഒക്കെ സർക്കാരിന് ഒന്നുകിൽ ടാക്സേലും കൊടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈയിടെ കത്തോലിക്കയിലൊരു മെത്രാച്ചൻ പറഞ്ഞു, കേരളത്തിൻ്റെ ഇക്കോണമി മനുഷ്യനെയും കുടുംബങ്ങളെയും നശിപ്പിക്കുന്ന മദ്യപാനത്തിൻ്റെ അടിത്തറയിൽ പണിയരുത്. കഞ്ചാവിന് ലൈസൻസ് ഇവിടെ കൊടുത്താലോ സർക്കാർ ഖജനാവിൽ കൂടുതൽ വരും. ഡ്രങ്കൺനെസ്, സബ്സ്റ്റൻസ് അബ്യൂസ്. അപ്പോൾ സെക്ഷൽ ഇമ്മൊറാലിറ്റി ആൻഡ് ഐഡലേറ്ററി അപ്പോസ്തലന്മാർ സാർവലൗകികമായി പാലിക്കപ്പെടേണ്ട ചാക്രിക ലേഖനമായി പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ സകല സഭകൾക്കും ജാതികളുടെ സഭകൾക്കും എഴുതി അറിയിച്ചപ്പോൾ അവരോട് പറഞ്ഞു,
നിങ്ങൾ മോശയുടെ ന്യായപ്രമാണം അതെവിടെയൊന്നും അനുസരിക്കണ്ട. പക്ഷേ വിഗ്രഹാർപ്പിതങ്ങളിൽ നിന്നും വിഗ്രഹാരാധനയിൽ നിന്നും മാറിയിരിക്കണം. നിങ്ങൾ പൊർണേയായിൽ നിന്ന്, പോണോഗ്രഫിയിൽ നിന്ന്, ദുർനടപ്പിൽ നിന്ന്, ലൈംഗിക അരാജകത്വത്തിൽ നിന്ന് നിങ്ങൾ മാറിയിരിക്കണം, പങ്കുചേരരുത്. അപ്പോസ്തലൻ അതിനോട് ചേർന്ന് പറയുകയാണ്, സ്നേഹത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട വ്യക്തി, കുടുംബ, സാമൂഹിക ബന്ധങ്ങളെ സ്വാർത്ഥത കൊണ്ട്, കോപം കൊണ്ട്, പിടിവാശി കൊണ്ട്, അസൂയ കൊണ്ട്, ക്രിസ്തുവിൻ്റെ മനോഭാവം ഇല്ലാത്തത് കൊണ്ട്, ക്ഷമിക്കുവാൻ കഴിയാത്തത് കൊണ്ട്, വൈരാഗ്യം കൊണ്ട്, കോപം കൊണ്ട്, ക്രോധം കൊണ്ട്, വായുടെ അധർമ്മം കൊണ്ട് നശിപ്പിക്കരുത്. മനുഷ്യനെ മൃഗമായി മാറ്റുന്ന, സുബോധമെടുത്ത് കളയുന്ന ഒന്നിനാലും നിങ്ങൾ വശീകരിക്കപ്പെടരുത്. മക്കളെ, തിയോളജിക്ക് എന്ത് പ്രസക്തി എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. നിങ്ങൾ ഈ വചനത്തിൻ്റെ താക്കോൽ ഉപയോഗിച്ച് ഗലാത്യ ലേഖനം ഒന്നുകൂടെ തപ്പി നോക്കുക. അതിന് പ്രസക്തി ഉണ്ടോ ഇല്ലയോ? നമുക്ക് സമാധാനം ഉണ്ടാകുവാൻ, നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകുവാൻ, നമ്മുടെ കുടുംബജീവിതങ്ങൾ സ്വർഗീയ വാസസ്ഥലങ്ങളായി മാറുവാൻ, നമ്മുടെ ദാമ്പത്തിക ജീവിതം അനുഗ്രഹീതമായി മാറുവാൻ, നമ്മുടെ മക്കൾ സംരക്ഷണത്തിൽ, സ്നേഹത്തിൽ, ഉത്തരവാദിത്വത്തോടെ വളർന്നു വരുവാൻ, നമ്മുടെ ജോലിസ്ഥലങ്ങളിൽ നമ്മുടെ പ്രവൃത്തി മറ്റുള്ളവർ ആഗ്രഹിക്കുവാൻ, നമ്മുടെ സഹപ്രവർത്തകരായിരിക്കാൻ മനുഷ്യർക്ക് കൊതിയും ദാഹമുണ്ടാകുവാൻ, നാം ഈ ലോകത്തിനും സഭയ്ക്കും കുടുംബത്തിനും വരുന്ന തലമുറയ്ക്കും അനുഗ്രഹമായിരിക്കണമെന്ന് വരികിൽ അപ്പസ്തോലന്റെ ദൂത് ഏറ്റെടുക്കുക. ആകയാൽ നിങ്ങൾ ആത്മാവിൽ ജീവിക്കുന്നവരാകയാൽ, ആത്മാവിൽ ജീവിക്കുന്നുവെന്ന് വരികിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച്, സുവിശേഷം കൈക്കൊണ്ട്, കർത്താവിൽ വിശ്വസിച്ച്, വിശ്വാസം അനുസരണമായി ആത്മാവിൽ കാണിച്ചു കൊടുക്കുന്ന, സ്നേഹത്തെ ദൈവത്തോടുള്ള സ്നേഹവും മനുഷ്യനോടുള്ള സ്നേഹവുമായി ധാർമ്മികതയായി കാട്ടിക്കൊടുക്കുന്ന, ദൈവത്തോട് സമർപ്പണവും അന്യോന്യം വിശ്വസ്തതയും കടപ്പാടുമുള്ള, പരസ്പരം കുടുംബത്തെ, നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നവരായി, ചേർക്കുന്നവരായി, ശക്തീകരിക്കുന്നവരായി, ബലപ്പെടുത്തുന്നവരായി, ഉത്തേജിപ്പിക്കുന്നവരായി, മറ്റിതര ഉത്തേജന വസ്തുക്കൾ വർജിച്ചിട്ട് സാമൂഹിക ബന്ധത്തെ നശിപ്പിക്കുന്ന സകല കുറുക്കു വഴികളെയും ജഡത്തിൻ്റെ പ്രവൃത്തികളായി ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പരിശുദ്ധാത്മാവിനാൽ നാം ആയിത്തീരുമ്പോൾ, 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം അവസാനമായി പറയട്ടെ, ഒരപ്പസ്തോലൻ്റെ ചങ്കുപൊട്ടൽ വേദന. അദ്ദേഹം പറയാണ്, അല്ലയോ ഗലാത്യരേ, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ ഈറ്റുനോവ്, പ്രസവവേദന അനുഭവിക്കുന്നു. എങ്ങനെ പൗലുസേ നിങ്ങൾ പ്രസവവേദന അനുഭവിച്ചു? നിങ്ങളൊരു പുരുഷനല്ലേ? അന്നത്തെ കാലത്ത് ഇവിടുത്തെ പോലെയുള്ള മെറ്റേണിറ്റി വാർഡൊന്നുമില്ല. എൻ്റെ ആദ്യത്തെ മകൾ ജനിക്കുന്ന സംഭവം തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ SITയിലാണ്. എൻ്റെ മകളെ ഭൂമിയിൽ ജനിച്ചിട്ടും ആ വൈദ്യന്മാർ എന്നെ ഒന്ന് കാണാൻ സമ്മതിച്ചില്ല. അപ്പം ഞാൻ ഇത്രയും വിവേകമൊന്നും എനിക്കില്ലല്ലോ. നമ്മുടെ ശുശ്രൂഷയിൽ മുൻപോട്ട് വന്ന കർത്താവിൽ രസിക്കുന്ന ചില മക്കൾ ആ തിയേറ്ററിലുണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞു, ഇടിച്ച ഞങ്ങളുടെ കൂടെ പോരെ. അവരെന്നെ ആ പച്ച അങ്കി അണിയിച്ചു. അവരുടെ അങ്കിയും തൊപ്പിയൊക്കെ വെച്ചോണ്ട് ഞാൻ വാർഡിൽ കയറി. എൻ്റെ പ്രസവാനന്തര സംരക്ഷണത്തിൽ കിടക്കുന്ന എൻ്റെ ഭാര്യയെയും എൻ്റെ പൊന്നുമോളെയും ഞാനൊന്ന് കയ്യിലെടുക്കാൻ പോയപ്പോൾ ആണ്ടടാ വരുന്നു അമിട്ടുകൊട്ടാരം പൊട്ടുന്നത് പോലെ സീനിയർ മോസ്റ്റ് പ്രൊഫസർ. എൻ്റെ കൊച്ചിനെ തൊടുന്നതിന് മുമ്പ് താനാരാടോ എന്നൊരു ചോദ്യം. അടുത്ത ഹൗസ് സർജൻസിന് അടുത്ത പൊരി ചെവിയിൽ കേൾക്കുവാൻ മേലാത്തത് കൊണ്ട് ഞാൻ ഉടുപ്പൂരി എറിഞ്ഞേച്ച് സ്ഥലം വിട്ടു. അപ്പം ഞാൻ എൻ്റെ ഭാര്യയുടെ പ്രസവത്തിന് അന്ന് കണ്ടില്ല. 2ാമത്തെ പ്രസവത്തിന് ആശുപത്രി തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യയെ ഇവിടെ ചേർക്കണമെന്ന് വരികിൽ പ്രസവ സമയത്ത് എനിക്ക് കൂടെ നിൽക്കണം. അന്ന് ഞാൻ കൂടെ നിന്നു. എനിക്ക് ഈ വിരലുകളെല്ലാം ഒടിയാതിരുന്നതിനായിട്ട് സ്തോത്രം. വേദന കൊണ്ട് പൊളയുമ്പോൾ
സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കാൻ പോയ എൻ്റെ കൈ പിടിച്ചൊടിക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. വേദനയുടെ പുളച്ചിൽ ഞാൻ കണ്ടതാണ്. പൗലുസ് കേട്ടിട്ടുണ്ട്. അന്ന് ഇന്നത്തെ പോലെ പ്രൈവസിയൊന്നുമില്ല. കുടുംബങ്ങളിൽ മക്കൾ ഉറക്കുമ്പോൾ പുറത്തു നിന്ന് ഈ കരച്ചിൽ കേൾക്കാം. ഹൃദയം കീറിയുള്ള കരച്ചിൽ കേട്ട പൗലുസ് പറയുകയാണ്, അതുപോലെ പൊട്ടി കരയാൻ എൻ്റെ ഹൃദയം തേങ്ങുകയാണ്, പൊട്ടുകയാണ്. എന്തിനു വേണ്ടി? ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോ. കർത്താവായ യേശു ക്രിസ്തു നമ്മിൽ പരിശുദ്ധാത്മാവിനാൽ ഉരുവായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ആത്മാവിൻ്റെ ഫലങ്ങളായി താൻ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് കാണാവുന്നതാണ്, അത് കേൾക്കാവുന്നതാണ്, അത് തൊടാവുന്നതാണ്, അത് രുചിക്കാവുന്നതാണ്, അത് പകർന്നു കൊടുക്കാവുന്നതാണ്. ആകയാൽ വാത്സല്യമുള്ളവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ജീവിക്കുന്നവരാകയാൽ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെടട്ടെ എന്നാശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം.